അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോറിൽ ഇതേണ്ട പുതിയൊരു ബൈക്ക് വന്നിട്ടുണ്ട്. പോളിഗൻ്റെ പാത്ത് 2 എന്ന് പറയുന്ന മോഡലാണ്. ശരിക്കും ഒരു സബ് ക്രോസ് സീരീസ് ചോദിച്ച് വിളിച്ചൊരു കസ്റ്റമറാണ്. പക്ഷേ സബ് ക്രോസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടായി പോയി. എക്സൽ ഫ്രെയിം സൈസ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് പോകുന്നത്. ശരിക്കും കഴിഞ്ഞ ആഴ്ച നമ്മൾ ലാസ്റ്റ് സബ് ക്രോസ് 50 എക്സൽ ഫ്രെയിം സൈസ് നമ്മൾ തന്നെ സെല് ചെയ്തിരുന്നു. ഇതും പോളിഗൻ്റെ കമ്പനിയിലെ ഇന്ത്യയിൽ അവൈലബിൾ സ്റ്റോക്കിൻ്റെ അകത്ത് ലാസ്റ്റ് പീസാണ് എക്സൽ ഫ്രെയിം സൈസ് വരുന്നത്. വേറെ സൈസ് ഇനി അവരുടെ അവൈലബിൾ അല്ല. സ്മോൾ, മീഡിയം, ലാർജ് ഇങ്ങനെ 3 ഫ്രെയിം സൈസുകളിലാണ് ഇപ്പോൾ നിലവിൽ ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പോളിഗൻ്റെ എൻട്രി ലെവൽ ഹൈബ്രിഡ് ബൈക്കാണ്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നമുക്ക് 700x45 ആണ് ടയർ വരുന്നത്. ക്വിക്ക് റിലീസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 3x8 എന്നുള്ള ഗിയർ കോമ്പിനേഷനാണ് വരുന്നത്. ട്രെക്ടറോടെ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്സ് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് വരുന്നു. ഇനി നമ്മളിതിൻ്റെ ക്രാങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അലോയ് ക്രാങ്ക് ആണ് വരുന്നത്. പ്രോവീലിനെയാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് ക്രാങ്ക് വരുന്നത്. ഫ്രണ്ട് ഡീറൈലർ വരുന്നത് ഷിമാനോ ടേണിയും റിയർ ഡീറൈലർ വരുന്നത് ഷിമാനോ ഓൾട്ടേഴ്സുമാണ്. റിയറിൽ നമുക്ക് കെസറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് പോളിഗൻ്റെ പാത്ത് 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നേരത്തെ നമുക്കുണ്ടായിരുന്ന ഓൾമോസ്റ്റ് 37,900 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ നമുക്കൊരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. 35,000 എന്നുള്ള ഒരു ഓഫർ പ്രൈസിൽ ഈ ഒരു ബൈക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സ്മോൾ, മീഡിയം, ലാർജ് ഈ 3 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് EMI ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്ക് സ്റ്റോറിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ആക്ച്വലി ഈ ബൈക്ക് നമുക്ക് പാലക്കാട്ടേക്ക് ഷിപ്പ് ചെയ്യാനുള്ള ബൈക്കാണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹെഡ്സെറ്റ്, ഹബ്ബെല്ലാം ഫൈൻ ട്യൂൺ ചെയ്തു. എന്നിട്ട് വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബൈക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കസ്റ്റമർ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഹാൻഡിലും ഫ്രണ്ട് വീലും മാത്രം സെറ്റ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നേരെ എന്നെ വിളിക്കാവുന്നതാണ്.